ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഏതോ ഒരു വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ K2ൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ടൈപ്സ് ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇന്ന് 10 മാർക്കായിരുന്നു തോന്നുന്നു. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് റെയിൽവേ സ്റ്റേഷനെ മെയിൻലി നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വേ സൈഡ് സ്റ്റേഷൻസ്, രണ്ടാമത്തത് ജംഗ്ഷൻ സ്റ്റേഷൻസ്, മൂന്നാമത്തത് ടെർമിനൽസ്. ഓക്കെ, അപ്പോൾ ഇനിയും ഈ ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ വേ സൈഡ് സ്റ്റേഷൻ്റെ ആണ്. ഫോർ സിംഗിൾ ലൈൻ, ഒറ്റ ലൈനേ ഉള്ളെങ്കിൽ ഉള്ള വേ സൈഡ് സ്റ്റേഷൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ എന്ന് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ, അതാണ് മെയിൻ ലൈനാണ് കാണിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മെയിനിലായിട്ട് പാസഞ്ചർ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിന് സൈഡിലായിട്ട് സ്റ്റേഷൻ ബിൽഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് കാണിച്ചിരിക്കുന്നത് ആ മെയിൻ ലൈനിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലൂപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ സൈഡിൽ തന്നെ ഒരു ഗുഡ്സിൻ്റെ പ്ലാറ്റ്ഫോമും കൊടുത്തിട്ടുണ്ട്. ആ ഗുഡ്സ് ഷെഡും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വേ സൈഡിൻ്റെ ഒരു സിംഗിൾ ലൈൻ ആണെങ്കിലുള്ള അതിൻ്റെ ഒരു ലേ ഔട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം വേ സൈഡ് സ്റ്റേഷൻ എന്താ നമുക്കൊന്ന് നോക്കാം. In this type of stations, the arrangement is made to cross an up and a down train or for overtaking of slower train by the faster trains. Okay, അപ്പം സ്ലോലി വരുന്ന ഒരു ട്രെയിനെ ഫാസ്റ്റ് ട്രെയിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ലൈൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ലൈൻ സിംഗിൾ ലൈൻ ആണെങ്കിലും തൊട്ട് സൈഡിലായിട്ട് അടുത്തൊരു സിംഗിൾ ലൈൻ പോകുന്നുണ്ടായിരിക്കും, ഗുഡ്സിൻ്റെ സൈഡിലായിട്ട്, ഗുഡ്സ് പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അതനുസരിച്ച് അത് ത്രൂ ട്രെയിന് ഒരു സ്ലോലി മൂവ് ചെയ്യുന്ന ട്രെയിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പം ഈ താഴത്തെ ഫിഗർ കണ്ടില്ലേ, ഫിഗർ 13.2. ഓക്കെ, ഇത് കാണിച്ചിരിക്കുന്നത് ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് ഡബിൾ ലൈൻ ഉള്ള ഒരു വേ സൈഡ് സ്റ്റേഷൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് മെയിൻ ലൈൻ പോകുന്നുണ്ട്. അപ്പം ഒരു ലൈനിൽ കൂടെ ഫാസ്റ്റർ ട്രെയിനും മറ്റേ കൂടെ സ്ലോവർ ആയിട്ട് മൂവ് ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു സ്റ്റേഷനിൽ നിർത്താനുള്ള ട്രെയിൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും സ്ലോലി മൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ പ്രൊവിഷനുള്ള റെയിൽവേ സ്റ്റേഷൻസിനെ ആണെങ്കിൽ സ്റ്റേഷൻസിനെയാണ് വേ സൈഡ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ 13.2 ഒരു ഐലൻഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ചുറ്റും ട്രാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഐലൻഡ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഏത് സൈഡിൽ കൂടെ വരുന്ന ട്രെയിൻ കൂടെ വരുന്ന ആൾക്കാണെങ്കിലും ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഐലൻഡ് പ്ലാറ്റ്ഫോംസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിക്കുന്നത്, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ട്രാക്സ്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ഐലൻഡ് എന്ന പേര് വന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിന്. ഓക്കെ, പിന്നെ ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, പാസഞ്ചേഴ്സിന് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാലോ, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇത് കാണുമല്ലോ, ബ്രിഡ്ജ് കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിഗറിൽ മെയിൻ ലൈൻസ് രണ്ട് പോയിട്ടുണ്ട്, പാസഞ്ചർ പ്ലാറ്റ്ഫോം കാണിച്ചിട്ടുണ്ട്, ഗുഡ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റേഷൻ ബിൽഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ വേ സൈഡ് തന്നെ സംടൈംസ് ദി ബ്രാഞ്ച് ലൈൻസ് ആർ എക്സ്റ്റെൻഡഡ് അപ് ടു സം പോർഷൻ ഓഫ് ദി മെയിൻ ലൈൻ ആസ് ഷോൺ ഇൻ ഫിഗർ 13.2. ഓക്കെ, അപ്പം മെയിൻ ലൈനിൻ്റെ അവിടെ നിന്ന് ഒരു ബ്രാഞ്ച് ലൈൻ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ദിസ് ഹെൽപ്സ് കൺസിഡറബിളി ഇൻ ഈസി ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് പാസഞ്ചേഴ്സ്. ദിസ് പോർഷൻ ഓഫ് ദി മെയിൻ പ്ലാറ്റ്ഫോം ഓൺ ബ്രാഞ്ച് ലൈൻ ഈസ് നോൺ ആസ് ഡോഗ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഇങ്ങനെ ഇപ്പം ആൾക്കാർക്കൊന്ന് പെട്ടെന്ന് ഇറങ്ങാനോ അങ്ങനത്തെ അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പം ഈ മെയിൻ ലൈനിൽ നിന്ന് ഒരു ബ്രാഞ്ച് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് ഡോഗ് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കാം. അപ്പോൾ അതാണ് വേ സൈഡ് സ്റ്റേഷൻസ്. അടുത്തത് ജംഗ്ഷൻസ്. ഓക്കെ, ജംഗ്ഷൻ സ്റ്റേഷൻസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റേഷൻസ് ദ ബ്രാഞ്ച് ലൈൻ മീറ്റ്സ് ദി മെയിൻ ലൈൻ ആൻഡ് ഹെൻസ് ദി അറേഞ്ച്മെൻറ്റ് ആർ മെയിൻ. അപ്പോൾ അവിടെ ഒരു മെയിൻ ലൈനിലോട്ട് ഒരു സൈഡിൽ നിന്ന് വരുന്ന ഒരു ബ്രാഞ്ച് ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സ്റ്റേഷൻസിനെ നമുക്ക് ജംഗ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പം അവിടെ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടു ഫെസിലിറ്റേറ്റ് ദി ഇൻ്റർചേഞ്ച് ഓഫ് ട്രാഫിക് ബിറ്റ്വീൻ മെയിൻ ആൻഡ് ബ്രാഞ്ച് ലൈൻ. ഓക്കെ, മെയിനും ബ്രാഞ്ച് ലൈനും തമ്മിലുള്ള ട്രാഫിക്കിൻ്റെ ഇൻ്റർചേഞ്ച് നമുക്ക് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ബ്രാഞ്ച് ലൈനിൽ കൂടെ വരുന്ന ഒരു ട്രെയിന് ആ ഒരു ജംഗ്ഷൻ എന്ന സ്റ്റേഷൻ എത്തിക്കഴിയുമ്പോൾ വേണമെങ്കിൽ അവർക്ക് മെയിൻ ലൈനിലോട്ട് അവിടെ നിന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് പോകാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ടു ക്ലീൻ ആൻഡ് റിപ്പയർ ദി വെഹിക്കിൾസ് ഓഫ് ദി ട്രെയിൻ വിച്ച് ടെർമിനേറ്റ്സ് അറ്റ് ദി ജംഗ്ഷൻസ്. ഓക്കെ, അതുപോലെ ഈ ജംഗ്ഷൻസിൽ എത്തുന്ന ലാസ്റ്റ് ടെർമിനേറ്റ് ചെയ്ത് അവിടെ എത്തുന്ന ട്രെയിനെ നമുക്ക് ഒന്നെങ്കിൽ ക്ലീൻ അല്ലെങ്കിൽ റിപ്പയർ ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സ്റ്റേഷൻസിൽ വന്നാൽ നടക്കും. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ ജംഗ്ഷൻസ് മേ ഒക്കർ ബിറ്റ്വീൻ എ സിംഗിൾ ബ്രാഞ്ച് ലൈൻ ആൻഡ് സിംഗിൾ ഓർ ഡബിൾ മെയിൻ ലൈൻ. ഒരു സിംഗിൾ ബ്രാഞ്ച് ലൈൻ ഉള്ള അവിടവും പിന്നെ അത് വന്ന് മീറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ
സിംഗിൾ മെയിൻ ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ മെയിൻ ലൈനിലോട്ടായിരിക്കും ചിലപ്പം ആ സിംഗിൾ ബ്രാഞ്ച് ലൈൻ വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടായി. അതല്ലേ വേണമെങ്കിൽ രണ്ട് ഡബിൾ ബ്രാഞ്ച് ലൈൻ ആൻഡ് എ മെയിൻ ട്രാക്ക്, അങ്ങനെ അത് രണ്ടും മീറ്റ് ചെയ്യുന്നിടത്തും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ബ്രാഞ്ച് ലൈൻ. നിങ്ങൾക്ക് സൈഡിൽ കാണാമല്ലോ, ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ബ്രാഞ്ച് ലൈൻ വരുന്നുണ്ടോ, അത് വന്ന് മീറ്റ് ചെയ്യുന്നത് രണ്ട് മെയിൻ ലൈനിലോട്ടായിരിക്കും വന്ന് മീറ്റ് ചെയ്യുന്നത്. ഇനി ഫിഗർ 13.5 കാണാം, രണ്ട് ബ്രാഞ്ച് ലൈനുണ്ട്, അത് B1 B2, അത് രണ്ടും വന്ന് മീറ്റ് ചെയ്യുന്നത് ഒരു ഡബിൾ ലൈനിലോട്ട്. ഓക്കെ, അങ്ങനെ ജംഗ്ഷൻ അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫിഗർ 13.4 ഷോസ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ എ സിംഗിൾ ബ്രാഞ്ച് ലൈൻ ആൻഡ് എ സിംഗിൾ മെയിൻ ലൈൻ. മെയിൻ ലൈൻ അവിടെ മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒന്നല്ല എഴുതിയിട്ടുള്ളൂ, അപ്പോൾ സിംഗിൾ മെയിൻ ലൈനാണ് അവിടെ. ദ loop is provided on the branch line so that the train can be taken back along the same route. അപ്പം ആ ബ്രാഞ്ചിൻ്റെ അവിടെ നിന്ന് മെയിൻ ലൈനിൻ്റെ അവിടെ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സെയിം റൂട്ടിൽ തന്നെ വേണമെങ്കിൽ ബ്രാഞ്ച് ലൈനിൽ കൂടെ വന്ന് ട്രെയിൻ തിരിച്ചു പോകാൻ ആണ് അങ്ങനെ ഒരു ലൂപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദ ക്രോസ് ഓവർ ബിറ്റ്വീൻ മെയിൻ ആൻഡ് ബ്രാഞ്ച് ലൈൻ ഷോസ് ദി ഫിസിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദി ടു ലൈൻസ്. ഓക്കെ, പിന്നെ അവിടെ ഒരു ക്രോസ് ഓവർ കൊടുത്തിരിക്കുന്നത് അത് തമ്മിലുള്ള ഒരു ഫിസിക്കൽ കണക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ്. ദ അറേഞ്ച്മെൻറ്റ് ഫോർ ദി ജംഗ്ഷൻ ബിറ്റ്വീൻ എ സിംഗിൾ ബ്രാഞ്ച് ലൈൻ ആൻഡ് ഡബിൾ മെയിൻ ലൈൻ ഇസ് ഷോൺ ബൈ മീൻസ് ഓഫ് ഡോട്ടഡ് ലൈൻസ്. അവിടെ ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നതാണ് തമ്മിലുള്ള ജംഗ്ഷൻ കാണിച്ചിരിക്കുന്ന പോർഷൻസ്. പിന്നെ എ ബ്രിഡ്ജ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഫുട് ഓവർ ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ അതിൻ്റെ ഫിഗറാണ് മെയിൻ പ്ലാറ്റ്ഫോമും ഐലൻഡ് പ്ലാറ്റ്ഫോമും കാണിച്ചിട്ടുണ്ട്. പിന്നീട് അടുത്ത ആ ഒരു ജംഗ്ഷൻ എന്തൊക്കെയാണ്, ഡബിൾ ബ്രാഞ്ച് ലൈനും മെയിൻ ലൈൻസും തമ്മിലുള്ള ജംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത് 13.5. അവിടെ ദ ക്രോസ് ഓവർ ബിറ്റ്വീൻ M1 M2 എന്ന് വെച്ചാൽ മെയിൻ ലൈൻ 1 മെയിൻ ലൈൻ 2 എനേബിൾസ് ദി ട്രെയിൻ ഓഫ് ബ്രാഞ്ച് B1 ടു പ്രൊസീഡ് ഓൺ ബ്രാഞ്ച് B2 ഓൺ ഇറ്റ്സ് റിട്ടേൺ ജേർണി. എന്ന് വെച്ചാൽ B1 കൂടെ വരുന്ന ട്രെയിനിന് ഈ മെയിൻ ലൈനിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിന് തിരിച്ചു പോകുമ്പോൾ റിട്ടേൺ ജേർണിയിൽ അതിന് വേണമെങ്കിൽ B2 വഴി പോകാം. അതിനാണ് അവിടെ ഒരു ക്രോസ് ഓവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ അറേഞ്ച്മെൻറ്റ് ഫോർ ദി ജംഗ്ഷൻ ബിറ്റ്വീൻ എ സിംഗിൾ ബ്രാഞ്ച് ലൈൻ ആൻഡ് മെയിൻ ട്രാക്ക് ഈസ് ഷോൺ ബൈ മീൻസ് ഓഫ് ഡോട്ടർ ലൈൻ. അത് ഡോട്ടർ ലൈനിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. ടേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ എ ടേൺ ഔട്ട് ഇസ് പ്രൊവൈഡഡ് ആസ് ഷോൺ ആൻഡ് ദി റിമൈനിങ് പോർഷൻ ഓഫ് ദി ബ്രാഞ്ച് ലൈൻ B2 ഇസ് എലിമിനേറ്റഡ്. അതേപോലെ തന്നെ ടേൺ ഔട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ടേൺ ഔട്ടിൽ കൂടെ മൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ അതിന് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ B2 ബാക്കി ആ ടേൺ ഔട്ടും കഴിഞ്ഞിട്ടുള്ള താഴോട്ടുള്ള പോർഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അത് വേണ്ട, നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ആ ടേൺ ഔട്ടിൽ കൂടെ ആ ലൈനിലോട്ട് നമുക്ക് വേണേൽ കയറാം, B1 വേണേൽ കയറാം. ഓക്കെ, അതായിരുന്നു ജംഗ്ഷൻസ്. ഇനി അടുത്ത ടെർമിനൽ സ്റ്റേഷൻസ്. ടെർമിനൽ സ്റ്റേഷൻസ് വെച്ചാൽ എന്താണ്, ആ പേരിൽ നിന്ന് മനസ്സിലാക്കും എന്തോ ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റേഷൻ അല്ലേ. അപ്പോൾ ദ സ്റ്റേഷൻ അറ്റ് വിച്ച് എ റെയിൽവേ ലൈൻ ഓർ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ് ടെർമിനേറ്റ്സ് ഓർ എൻഡ്സ് ഇസ് നോൺ ആസ് ടെർമിനൽ സ്റ്റേഷൻ. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻ ടെർമിനൽ സ്റ്റേഷൻസ് ദ അഡീഷണൽ അറേഞ്ച്മെൻറ്റ് സച്ച് ആസ് ഫെസിലിറ്റീസ് ടു റിവേഴ്സ് ദി എൻജിൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി, പിന്നെ സൈഡിങ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും റിപ്പയർ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ളത്, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സാമിനേഷൻ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ടെർമിനൽ സ്റ്റേഷൻ കാണിക്കുന്ന ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫിഗർ 13.6. അപ്പം ഇറ്റ് ഷോസ് എ സിമ്പിൾ ലേ ഔട്ട് ഓഫ് ടെർമിനൽസ്. ദ അഡീഷണൽ ഫെസിലിറ്റീസ് സച്ച് ആസ് സർവീസിങ് എൻജിൻസ്, മാർഷലിംഗ് യാർഡ്, അതൊന്നും ഈ ഫിഗറിൽ അവർ സ്കെച്ച് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടൊന്നുമില്ല. പല പ്ലാറ്റ്ഫോം 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് പല ലൈൻസ് വന്ന് എൻഡ് ചെയ്യുന്നതാണ് ആ ഒരു ഹൈഡ്രോളിക് ബഫർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അവിടം വരെ ഉള്ളൂ ആ സ്റ്റേഷൻ. പിന്നീട് അങ്ങോട്ട് മൂവ്മെൻ്റ് ഇല്ല. പിന്നെ എഞ്ചിൻ റിവേഴ്സ് ചെയ്തിട്ട് അവന് ആ ലൈനിൽ കൂടെ തന്നെ തിരിച്ചു പോകേണ്ടി വരും. ഓക്കെ, ദ ഹൈഡ്രോളിക് ബഫേഴ്സ് ആർ പ്രൊവൈഡ് അറ്റ് ദി എൻഡിൽ കാണാമല്ലോ, ഇങ്ങനെ ഒരു ഡാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹൈഡ്രോളിക് ബഫറിൽ ഇൻ കേസ് ഡ്രൈവേഴ്സ് അറിയാതെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡ്രൈവേഴ്സിന് പെനാൽറ്റീസ് ഉണ്ട്. ഓക്കെ, അതിന് തൊട്ട് മുന്നേ വരെ കൊണ്ട് നിർത്തണം ട്രെയിൻ. ഓക്കെ, പിന്നെ ഒരു സർക്കുലേറ്റിംഗ് ഏരിയ കാണിച്ചിട്ടുണ്ട് അല്ലേ ആ ഫിഗറിൽ. അവിടെ എന്താണ്, ടിക്കറ്റിൻ്റെ ഓഫീസ് കാണും, റെസ്റ്റോറൻറ്റ്സ് കാണും. ഓക്കെ, പിന്നെ ഈ ടെർമിനൽ സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് റോഡ് പോകുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ പാസഞ്ചേഴ്സിന്
അവിടെ ഇറങ്ങുന്നവർക്ക് പെട്ടെന്ന് റോഡിലോട്ട് കടന്ന് അവർക്ക് വേറെ മൂവ്മെൻറ്റ് എളുപ്പത്തിനാകാൻ വേണ്ടി തൊട്ടടുത്ത് മെയിൻ റോഡ്സും പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൽവേ സ്റ്റേഷൻസ്. ഇൻ കേസ് ഒന്നുകൂടെ ചോദിച്ചാൽ അറ്റൻഡ് ചെയ്യാമല്ലോ. മെയിൻ ടൈപ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒരു 3-4 വർഷം വായിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. പിന്നെ ഫിഗേഴ്സ് ഒന്ന് റഫായിട്ടെങ്കിലും വരയ്ക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, ടെർമിനൽ സ്റ്റേഷൻസും ജംഗ്ഷൻ സ്റ്റേഷനും വേ സൈഡ് സ്റ്റേഷൻസും. ഓക്കെ.